ഹലോ വ്യൂവേഴ്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ പേര് പ്രഫുൽ. ഞങ്ങൾ റെനർജി സിസ്റ്റത്തിൽ സർവീസ് എഞ്ചിനീയേഴ്സായി വർക്ക് ചെയ്യും. നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇൻവെർട്ടർ പ്രോഗ്രാമിങ്ങും വൈഫൈ സെറ്റപ്പും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻവെർട്ടർ. സോഫാർ ബ്രാൻഡിൻ്റെ 5 കിലോവാട്ട് ഇൻവെർട്ടറാണ് ഈ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഡബിൾ സ്ട്രിങ്ങിലാണ് 5 കിലോവാട്ട് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ACDB സിംഗിൾ ഫേസ് ACDB ആണ് ഇത്. ഇതാണ് നമ്മുടെ സോളാർ മീറ്റർ. KCB റീഡിങ് എടുക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവെർട്ടർ എത്രയാണ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അത് ഇതിനകത്ത് റീഡാവും. ഇതാണ് അവർ റീഡിങ് എടുക്കുന്നത്. ഇതിനകത്തൊരു ഐസൊലേറ്റർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ KCB വയ്ക്കുന്ന ബൈഡയറക്ഷൻ നെറ്റ് മീറ്റർ. ഇതിനകത്ത് നിന്നാണ് നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മന്ത്ലി ബില്ലിങ് വരും. നമ്മുടെ ഇൻവെർട്ടർ ഓൺ ആകുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ DBക്ക് അതുള്ള കണക്ഷൻസും വോൾട്ടേജസും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ AC സൈഡ് വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം 221 ആണ്, കുഴപ്പമില്ലാത്ത വോൾട്ടേജ് ആണ്. നമ്മൾ ഇനി എർത്തിങ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് ന്യൂട്രലും എർത്തും കൂടിയാണ് ചെക്ക് ചെയ്യേണ്ടത്. 2.3 ആണ്, നല്ലൊരു എർത്തിങ് ആണ്. ഇത് നമുക്ക് പാനലിൽ നിന്ന് വരുന്ന ടോട്ടൽ ഔട്ട്പുട്ട് DC വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. DC വോൾട്ടേജ് നമുക്ക് നോർമലി ഒരു മൾട്ടിമീറ്റർ വെച്ച് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. 10 പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് AC വോൾട്ടേജും DC വോൾട്ടേജും മൾട്ടിമീറ്റർ ടെസ്റ്ററോ ഇല്ലാതെ തന്നെ നമുക്ക് ഇൻവെർട്ടറിനകത്ത് നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എങ്ങനെ നോക്കാം. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ഗ്രിഡ് 228 വോൾട്ടാണ് നമ്മൾ AC വോൾട്ടേജ് പോന്നിട്ടുള്ളത്. PV1 457, PV2 457. ഓരോ സ്ട്രിങ്ങിൽ 457 വോൾട്ട് വെച്ച് കയറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇത് പവർ, ഇപ്പോൾ ഇൻവെർട്ടർ റീസ്റ്റാർട്ട് ആയി വരുന്നതേ ഉള്ളൂ. ഈ പവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പവർ കൂടെ കുറയുകയും ചെയ്യും. ഇപ്പം മങ്ങിയ കാലാവസ്ഥയുകൊണ്ട് പവർ വളരെ കുറവായിരിക്കും. പിന്നെ ഒരു വട്ടം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 2 ഡേ പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പ്ലാന്റ് ഓൺ ആക്കിയിട്ടുള്ളൂ. ടുഡേ ഇന്നത്തെ യൂണിറ്റാണ് എഴുതി കാണിച്ചിരുന്നത് 3.08. ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ 10.7 അങ്ങനെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു ഓൺലൈൻ മോണിറ്ററിംഗ് ഇല്ലാത്ത, പറയുമ്പോൾ നമുക്ക് വൈഫൈ സെറ്റപ്പ് ഇല്ലാത്ത, വൈഫൈ ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ജനറേഷൻ അറിയണമെങ്കിൽ ഇതുപോലെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ എങ്ങനെ ഓൺ ചെയ്യുന്നത് നോക്കാം. അത് നമ്മൾ DC സൈഡാണ് ഓൺ ചെയ്യേണ്ടത്. അതിനാൽ നമ്മൾ ഓൺ ചെയ്യണം ഈ 2 MCB. അതിനുശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ഇൻവെർട്ടർ ഓണായി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓണായി വന്നിട്ടുണ്ട്. ഈ റെഡ് ഇൻഡിക്കേഷൻ കത്തി കിടക്കുന്നത് AC സപ്ലൈ എത്താത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ AC സൈഡ് ഓൺ ചെയ്യണം. അപ്പോൾ നമ്മൾ സോളാർ മീറ്ററിൻ്റെ അടുത്ത് ഒരു ഐസൊലേറ്റർ ഉണ്ടാവും, അത് നമ്മൾ ഓൺ ചെയ്യണം. അതിനുശേഷം ACDBയിലെ MCB ഓൺ ചെയ്യണം. ഇനി അത് 60 സെക്കൻഡ് ടൈം എടുക്കും ഇതൊന്ന് ഓണായി വരാനായിട്ട്. ഇൻവെർട്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം ഇൻവെർട്ടർ ഓൺ ആവും. പിന്നീട് പവർ എടുത്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ഓണായി വന്നിട്ടുള്ള ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് മോഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന DC ഔട്ട്പുട്ട് 10 പാനൽ ഒറ്റ സ്ട്രിങ് ആയിട്ട് ഇറക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ 5 കിലോവാട്ട് ഇൻവെർട്ടർ വരുമ്പോഴത്തേക്ക് ഡബിൾ സ്ട്രിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 5 പാനൽ വെച്ച് കമ്പൈൻ ചെയ്ത് കൊടുക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ 10 പാനലോടെ ഒരുമിച്ച് ഔട്ട് അടിച്ചിട്ട് നമ്മൾ ഈ DBക്കകത്ത് പാരൽ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് പാരൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ച് തന്നെ ഇതിനകത്തുള്ള ഇൻപുട്ട് മോഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ തന്നെ ഇൻവെർട്ടറിൻ്റെ എൻ്റർ സെറ്റിങ്സിനകത്തോട്ട് കയറുക. അതിൽ 8ാമത്തെ ഒരു ഓപ്ഷനുണ്ട്, സെറ്റ് ഇൻപുട്ട് മോഡ്. അത് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഒരു പാസ്വേഡ് ചോദിക്കും. അത് 0001 ആണ്. സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ചേഞ്ച് ആയി വരും. ലോങ് പ്രസ് ചെയ്യുക. (00001) അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇൻപുട്ട് മോഡിനകത്തോട്ട് കയറി വരുന്നതാണ്. എന്നിട്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട് പാരലൽ. അപ്പോൾ നമ്മൾ പാരലൽ ലോങ് പ്രസ് ചെയ്യുക. അതെ, സക്സസ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇൻപുട്ട് മോഡ് ചേഞ്ച് ചെയ്യുന്നതും
ബാക്കിയെല്ലാം ഇൻവെർട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് എല്ലാം നമ്മൾ AC സൈഡ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിനകത്ത് സെറ്റ് ആവത്തുള്ളൂ. വിഷ്ണു, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരും ഡൗട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വർക്കിങ്ങും ഡെയിലി ജനറേഷനും അതൊക്കെ നമ്മുടെ മൊബൈലിൽ അറിയാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കങ്ങനെ അറിയാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പം വരുന്ന എല്ലാ ഇൻവെർട്ടേഴ്സും നമുക്ക് ഓൺലൈനായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിനകത്ത് ഡെയിലി ജനറേഷൻസ് അറിയാൻ പറ്റുന്നതാണ്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലൊരു വൈഫൈ നെറ്റ്വർക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓൺലൈനായിട്ട് നമുക്ക് ഫോണിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ആ ഒരു ഡിവൈസ്. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ലോഗർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു വൈഫൈ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിനെ നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ഇൻവെർട്ടറിനകത്ത് നടക്കുന്ന ഡെയിലി ജനറേഷനും പ്രൊഡക്ഷനും എല്ലാം ഇത് സേവ് ചെയ്തിട്ട് നേരെ സെർവറിൽ വിടുന്നു. സെർവർ വിട്ടിട്ട് അതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് അറിയാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ പേര് SolarMan Smart എന്നാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നും ആപ്ലിക്കേഷനകത്തെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. SolarMan Smart എന്ന് സെർച്ച് ചെയ്യാം. ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം താഴെയായിട്ട് രജിസ്റ്റർ എ ന്യൂ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യാം. മേളിൽ ഇൻഡ് കൊടുക്കുക, താഴെ ഇമെയിൽ ID, കസ്റ്റമറുടെ ഇമെയിൽ ID കൊടുക്കുക. ആ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ചെല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ഞാൻ ആൾറെഡി കസ്റ്റമറുടെ ഇമെയിൽ ID സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അവിടെ കൊടുക്കുന്നു. ഒരു പാസ്വേഡും താഴെ കൊടുക്കുക. ഈ SolarMan Smart ഓപ്പൺ ചെയ്യാനായിട്ട് ഉള്ള പാസ്വേഡാണ്. അത് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അവിടെ മുകളിലായിട്ട് വെരിഫിക്കേഷൻ കോഡ് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ സെൻഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്ത ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ചെല്ലുന്നതാണ്. ഈ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കസ്റ്റമറുടെ മൊബൈലിൽ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്, നമ്മളിവിടെ എടുത്ത് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം താഴത്തെ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. അങ്ങനെ ഡൺ കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പേജിലായിരിക്കും വന്ന് നിൽക്കാം. അവിടെ ആഡ് നൗ കൊടുക്കുക. ഇത് ഇൻസ്റ്റാളർ ആണോ അല്ലെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാനിവിടെ എസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ മാപ്പിലേക്കായിരിക്കും ഇത് ചെല്ലുക. നമ്മുടെ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പ്ലാന്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേരും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതുപോലെ ഒരു പേജിലായിരിക്കും വരിക. അവിടെ പ്ലാന്റ് നെയിം കൊടുക്കുക. ആദ്യം പ്ലാന്റ് ടൈപ്പ് റെസിഡൻഷ്യൽ തന്നെയാണ്. സിസ്റ്റം ടൈപ്പ് ആൾ ഓൺ ഗ്രിഡ് കൊടുക്കുക. താഴെയായിട്ട് ഇൻസ്റ്റാളേഷൻ കപ്പാസിറ്റി നമ്മളിവിടെ 5 kW വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ 5 കൊടുക്കുകയാണ് ഇവിടെ. ശേഷം ഇവിടെ കറൻസി INR തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ പ്ലാന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറും വീട്ടിലെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ ആഡ് ഡേറ്റ ലോഗർ കൊടുക്കുക. ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. ഇത് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് നമ്മുടെ ഇൻവെർട്ടറിന് അടിയിലായിട്ട് ഒരു ലോഗർ ഉണ്ടാവും. ആ ലോഗറാണ് സ്കാൻ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി സ്കാൻ ആയിക്കോളും. ഇത് ലോഗറിൻ്റെ സീരിയൽ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഓക്കെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം ഡൺ കൊടുക്കുക. ഗോ ടു കോൺഫിഗർ എന്നൊരു ഓപ്ഷൻ വരും, ഗോ ടു കോൺഫിഗർ കൊടുക്കുക. ഇതിപ്പോൾ ഈ വീട്ടിലെ റൂട്ടറിൻ്റെ നെയിമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ഇപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ മൊബൈൽ ഇൻവെർട്ടറിൻ്റെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ടുള്ളൊരു വൈഫൈ സിഗ്നൽ നമ്മുടെ മൊബൈലിൽ കാണിക്കും. അതിൽ കണക്ട് ചെയ്യണം. അതിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ലോഗറിന് സീരിയൽ നമ്പറിൻ്റെ തൊട്ട് അടിയിൽ തന്നെ ഉണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണക്ട് ആവുന്നതാണ്. അതിനുശേഷം ബാക്ക് ഓപ്ഷൻ കൊടുക്കുക. കണക്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇൻവെർട്ടർ കണക്ട് ആയിട്ടുണ്ട്, വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 5 kW സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. ഈ 5 kW നമ്മൾ 20 യൂണിറ്റാണ് ആവറേജ് പറയുന്നത്. അപ്പോൾ 1 kW 4 യൂണിറ്റ് എന്നുള്ള ഒരു ആവറേജിലാണ് എല്ലാ കമ്പനീസും പറയുന്നത്. എന്ന് വെച്ചാലും ഇപ്പോൾ 3 kW 12 ആണെങ്കിലും 12 to 15 വരെ കിട്ടുന്നതുകൊണ്ട് അത് ബ്രാൻഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവിടെ നമ്മളിപ്പോൾ ബൈഫേഷ്യലാണ് വെച്ചേക്കുന്നത് പാനൽ. ഇവിടെ നമുക്കൊരു 20 മുതൽ 25 വരെ നമുക്ക് നോർമലി ഒരു സണ്ണി ഡേയ്സിൽ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല വെയിലുള്ളൊരു ദിവസമാണ് നമ്മൾ ഈ ആവറേജ് 20 യൂണിറ്റ് പറയുന്നത്.
നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ സോളാർ വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റണ്ണർ സിസ്റ്റംസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.